ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കേരള പാഠാവലിയുടെ ഒരു ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. ഓക്കെ, അപ്പോൾ എന്താണ്, താഴെ ഒരു ഖണ്ഡിക കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. താഴെ കൊടുത്ത ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. കണ്ടത്തിൽ പാറയിൽ ചെന്നിരുന്നു, ചുറ്റും തുമ്പികൾ നൃത്തം വയ്ക്കുന്നു. തുമ്പിതുള്ളൽ കേട്ടിട്ടേയുള്ളൂ, ഇത്ര മനോഹരമാണെന്ന് അറിഞ്ഞ നിമിഷങ്ങൾ. ചെറുകാറ്റു വീശുമ്പോൾ അവ ദൂരേക്ക് പറന്നു മാറുന്നു. ഒരിടത്തുമിരിക്കാതെ അവ തുള്ളിക്കൊണ്ടേയിരിക്കുന്നു. നൃത്തം ചെയ്യാൻ പ്രയാസമുണ്ടാവണം, അവർ അപ്രത്യക്ഷമാകുന്നു. കാറ്റ് പോകുമ്പോൾ വീണ്ടും വന്ന് നൃത്തം വയ്ക്കുന്നു. പാറയിൽ കിടന്ന് ആകാശം കാണുമ്പോൾ ഇന്നേ വരെ കാണാത്ത കുത്തരി മേഘങ്ങൾ. തിരിച്ചു നടക്കുമ്പോൾ കിഴക്ക് മലകൾ മഞ്ഞു മൂടിക്കിടക്കുന്നു. ഒരു ഹിമാലയ ദൃശ്യം പോലെ നടന്ന് നടന്ന് പാലത്തിൽ എത്തുമ്പോൾ സന്ധ്യ കനക്കുന്നു, സൂര്യൻ താഴുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഖണ്ഡിക. ഇനി താഴെയുള്ള ചോദ്യങ്ങൾ നോക്കാം. ചുറ്റും തുമ്പികൾ എന്തു ചെയ്യുന്നു? അപ്പോൾ ചുറ്റിലും തുമ്പികൾ എന്താ ചെയ്യുന്നത്? നൃത്തം വയ്ക്കുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, ഒരിടത്തും ഇരിക്കാത്തത് ആരാണ്? തുമ്പികൾ. കുത്തരി മേഘങ്ങൾ എവിടെയാണ് കാണുന്നത്? എവിടെയാണ്? ആകാശത്ത്. ഇനി നാലാമത്തെ ചോദ്യം, ചെറുകാറ്റ് വീശുമ്പോൾ അവ ദൂരേക്ക് പറന്നു മാറുന്നു. കാരണം എന്താവാം? കാറ്റ് വീശുമ്പോൾ പറക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാലാണ് അവരിങ്ങനെ ദൂരേക്ക് മാറുന്നത്. ഇനി എന്താ? സന്ധ്യ കനക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇരുട്ടായി തുടങ്ങുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 2, വിശദീകരണക്കുറിപ്പ്. ഒരുമ തന്നെ പെരുമ. മുകളിൽ കൊടുത്ത പഴഞ്ചൊല്ലിൻ്റെ വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്കൊരു പഴഞ്ചൊല്ല് തന്നിട്ടുണ്ട്, ഒരുമ തന്നെ പെരുമ. അപ്പോൾ ഈ പഴഞ്ചൊല്ലിന് നമ്മൾ എന്ത് ചെയ്യണം? വിശദീകരണക്കുറിപ്പ് തയ്യാറാക്കണം. അപ്പം നമുക്ക് തയ്യാറാക്കാം. ഫുട്ബോൾ കളിയെക്കുറിച്ച് നമുക്കറിയാം. കളിക്കാർ ഒരുമയോടെ കളിച്ചാൽ മാത്രമേ വിജയം സ്പർശിക്കാൻ സാധിക്കുകയുള്ളൂ. കളിയിൽ മാത്രമല്ല, ജീവിതത്തിലും വിജയത്തെ പുൽകാൻ ഓരോരുത്തർക്കും ആവശ്യമുള്ള ഗുണമാണ് ഒരുമ. ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെറിയ കാര്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുമെങ്കിൽ കൂട്ടമായി ലോകത്തെ തന്നെ മാറ്റങ്ങൾ കുറിക്കുവാൻ സാധിക്കും. കൂടുതൽ ദൂരം സഞ്ചരിക്കണമെങ്കിൽ ഒരുമിച്ച് നടക്കണം എന്ന പ്രായോഗിക തത്വമാണ് ഒരുമയുടെ അടിത്തറ. അപ്പോൾ എന്താണ്? ഒരുമിച്ച് നമുക്ക് നിന്നാൽ നമുക്ക് എന്തും എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റും എന്നൊരു അർത്ഥമാണ് ഈ പഴഞ്ചൊല്ല് നമുക്ക് തരുന്നത്. ഇനി പ്രവർത്തനം 3, കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ എന്താണ്? വള്ളത്തോളുടെ കുറച്ച് വരികൾ ഇവിടെ തന്നിട്ടുണ്ട്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. ഓക്കെ, അപ്പോൾ ഇനി എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. സ്വർണം കൊണ്ടുള്ള കൂടാണെങ്കിലും അതിനുള്ളിൽ അടച്ചിരിക്കുന്ന കിളിയുടെ അവസ്ഥ ദയനീയമാണ്. സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ അഭിമാനമുള്ള ആരും ആഗ്രഹിക്കുന്നില്ല. കൂട്ടിലകപ്പെട്ടിരിക്കുന്ന കിളിയുടെ മനോവിചാരങ്ങൾ എന്തൊക്കെയാവാം? ഡെയ്സി ചെടി എന്ന പാഠഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. അപ്പം എന്താണ്? ഒരു കിളിനെ ഒരു സ്വർണം കൊണ്ടുള്ള കൂട്ടിലിട്ടിട്ട് അതിൻ്റെ ഉള്ളിലിട്ടാലും ആ കിളിയുടെ അവസ്ഥ എന്താണ്? സ്വാതന്ത്ര്യമില്ലാത്ത ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഡെയ്സി ചെടി എന്ന പാഠഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കി നോക്കാം. പ്രകൃതിയെ സ്നേഹിച്ചും സ്വാതന്ത്ര്യം ആസ്വദിച്ചും മനോഹരമായ പാട്ടുപാടിയും നടന്നിരുന്ന വാനമ്പാടിയെ 2 കുട്ടികൾ ചേർന്ന് കൂട്ടിലടക്കുന്നു.
ദുഃഖവും ദാഹവും സഹിക്കാനാവാതെ വാനമ്പാടിയുടെ പാട്ട് വിലാപഗാനമായി മാറുന്നു. പക്ഷിക്ക് കഴിക്കാനായി കുട്ടികൾ ഡെയ്സി ചെടിയെ പറിച്ചു കൂട്ടിൽ വെച്ച് കൊടുക്കുന്നു. കാടും ലോകവും നഷ്ടപ്പെട്ട വാനമ്പാടിക്ക് പിന്നെ കൂട്ടായുള്ളത് ആ കൂട്ടിലെ ഡെയ്സി ചെടി മാത്രമാണ്. തൻ്റെ ലോകം അതിൽ മാത്രമായി മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ വാനമ്പാടി, ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ്, നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ്. സ്വാതന്ത്ര്യവും സ്വപ്നവും നഷ്ടപ്പെട്ട ഒരാൾക്ക് സ്വയം ആശ്വാസം കണ്ടെത്തുന്ന വാക്കുകളായി ഇതിനെ നമുക്ക് കണക്കാക്കാം. ഒരു കിളിയും പൂവും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ കഥയാണ് വിജയൻ്റെ ഡെയ്സി ചെടി. പരസ്പര സ്നേഹത്തിൻ്റെ പ്രാധാന്യത്തിന് പുറം പ്രകൃതിയിലെ ഓരോ ജീവിക്കും അവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന വലിയൊരു സന്ദേശം കൂടിയാണ് ഈ കഥ നമുക്ക് നൽകുന്നത്. അപ്പം എന്താണ്, ഒരു വാനമ്പാടിയെ 2 കുട്ടികൾ ചേർന്ന് കൂട്ടിലകപ്പെട്ടിട്ട് ആ പക്ഷി അനുഭവിക്കുന്ന സംഘർഷങ്ങളും, അതുപോലെ ഒരാൾക്ക് എന്തോരം ജീവിതത്തിൽ സ്വാതന്ത്ര്യം എന്നത് എന്തോരം വലിയൊരു കാര്യമാണെന്നൊക്കെയാണ് ഈ പാഠഭാഗത്ത് പറയുന്നത്. ഇനി അടുത്തത് പ്രവർത്തനം 4 ആണ്. പ്രവർത്തനം 4 പ്രതികരണക്കുറിപ്പ്. പൊൻകുന്നം വർക്കി എഴുതിയ എൻ്റെ അമ്മ എന്ന പാഠഭാഗത്തിലെ ഏത് അനുഭവമാണ് നിങ്ങളെ പ്രയാസപ്പെടുത്തിയത്? കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് പൊൻകുന്നം വർക്കി എഴുതിയിട്ടുള്ള എൻ്റെ അമ്മ എന്നത്. അപ്പോൾ അതിൽ ഏത് ഭാഗമാണ് കൂട്ടുകാരനെ പ്രയാസപ്പെടുത്തിയെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊരു ഉദാഹരണം നോക്കി നോക്കാം. ഇതന്നെ എഴുതണമെന്നില്ല, കൂട്ടുകാരെ പ്രയാസപ്പെടുത്തിയ ഭാഗം വേണം കൂട്ടുകാരെ എഴുതാനായിട്ട്. പണ്ടുകാലത്തെ ജീവിതം എത്രത്തോളം കഷ്ടപ്പാടുകളും ദുരിതവും നിറഞ്ഞതാണെന്ന് ഈ പാഠഭാഗത്തിലൂടെ എനിക്ക് മനസ്സിലായി. ഒരു പ്രയാസത്തിലൂടെയും ഒരുപാട് പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൻ്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന അമ്മയെയും ഇവിടെ കാണാൻ കഴിയുന്നു. അപ്പോൾ പണ്ടത്തെ ജീവിതം എത്രത്തോളം കഷ്ടപ്പാട് നിറഞ്ഞതാണെന്ന് നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ജീവിതത്തിൻ്റെ 2 അറ്റവും മുട്ടാൻ വേണ്ടിയിട്ട് ആ അമ്മ പെടാപ്പാടുപെടുന്നുണ്ട്. ഇംഗ്ലീഷ് സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ വർക്കിയെ അമ്മ തല്ലിയ സംഭവമാണ് എന്നെ വളരെയധികം സ്വാധീനിപ്പിച്ചത്. സ്വന്തം മകനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പറഞ്ഞയക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അമ്മ അങ്ങനെ ചെയ്തത്, അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കൊണ്ടാണ്. എല്ലാവരും 4ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച ശേഷം ഇംഗ്ലീഷ് സ്കൂളിൽ പോയി തുടങ്ങി. വർക്കി മാത്രം സ്കൂളിൽ പോയതേയില്ല. അപ്പോൾ വർക്കി അമ്മയോട് പറഞ്ഞു എന്നൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർക്കണമെന്ന്. പക്ഷെ അമ്മ എന്താണ് ചെയ്തത്? വർക്കിയെ തല്ലാണ് ചെയ്തത്. അതെന്തുകൊണ്ടാണ്? വർക്കിയെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അമ്മയുടെ അപ്പത്തെ സാമ്പത്തിക സ്ഥിതി അതിനെ അനുവദിക്കാനിട്ടാണ്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അമ്മ അവനെ തല്ലിയത്. തല്ലു കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ അമ്മയും കൂടെ കരയുന്ന രംഗവും മറക്കാൻ കഴിയില്ല. അന്നത്തെ സാമ്പത്തിക സാമൂഹിക സ്ഥിതി ഇതിൽ നിന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. അപ്പം അവനെ തല്ലിയപ്പോൾ അമ്മ കൂടെ അവൻ്റെ കൂടെ ഇരുന്ന് കരയാണ് ചെയ്തത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് ആ അപ്പത്തെ സാമ്പത്തിക സ്ഥിതി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് പ്രവർത്തനം 5 അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങളും നിങ്ങളുടെ അമ്മയുമായുള്ള സന്തോഷകരമായ അല്ലെങ്കിൽ സങ്കടകരമായ ഒരു സംഭവത്തെക്കുറിച്ച് അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇതുപോലെ കൂട്ടുകാരുടെ അമ്മയുമായിട്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും. ഒരുപാട് സന്തോഷകരമായിട്ടുള്ളതും അതുപോലെ സങ്കടകരമായിട്ടുള്ള നിമിഷങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവക്കുറിപ്പ് തയ്യാറാക്കി നോക്കുക. ഓക്കെ, ഇനി പ്രവർത്തനം 6 ആണ്. പ്രസംഗം തയ്യാറാക്കുക.
മണ്ണറിവ് പൊന്നറിവാണ്. മണ്ണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഡിസംബർ 5 ലോക മണ്ണു ദിനമാണ്. അന്ന് സ്കൂളിൽ അവതരിപ്പിക്കുന്നതിൽ ആവശ്യമായിട്ടുള്ള പ്രസംഗം തയ്യാറാക്കുക. അപ്പോൾ എന്താണ്, മണ്ണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ 5 എന്താണ്, ലോക മണ്ണു ദിനമാണ്. അപ്പോൾ അന്ന് കൂട്ടുകാരെ സ്കൂളിൽ അവതരിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രസംഗം തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് ഡിസംബർ 5 ലോക മണ്ണ് ദിനം. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് മണ്ണ്. നട്ടും നനച്ചും ആരോഗ്യമുള്ള വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ പൈതൃകങ്ങളിൽ പെട്ടതാണ് മണ്ണ്. ഡോക്ടർ വില്യം ബീബ് കണ്ടെത്തിയ പോലെ മണ്ണിൽ ധാരാളം സൂക്ഷ്മജീവികൾ വസിക്കുന്നുണ്ട്. ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കുന്നവയാണ്. നമ്മൾ മനുഷ്യർക്കും ഇവ ഉപകാരപ്രദമാണ്. മണ്ണിൽ നിന്ന് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടാറുണ്ട്. പണ്ട് കാലങ്ങളിൽ മണ്ണുമായി ഒരുപാട് കളിച്ചിരുന്ന കുട്ടിക്കാലമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് മൊബൈൽ ഫോണുകളിൽ ഒതുങ്ങിപ്പോകുന്ന ബാല്യകാലമായി മാറുന്നു. മണ്ണിലുള്ള സൂക്ഷ്മജീവികൾ നമ്മുടെ ഒരുപാട് അസുഖങ്ങൾക്ക് മരുന്നാണ്. മണ്ണിൻ്റെ പരിപാലനവും സംരക്ഷണവും നമ്മൾ ഉറപ്പാക്കണം. അതിനുവേണ്ടി മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, പരമാവധി വെള്ളം ഭൂമിയിലേക്ക് താഴാൻ അനുവദിക്കുക, ജൈവ കൃഷികൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ കടമയാണ്. മണ്ണിനെ സംരക്ഷിക്കുന്നത് ഒരു തലമുറയെ സംരക്ഷിക്കുന്നതിന് തുല്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം ഒരു പ്രസംഗം തയ്യാറാക്കാൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂട്ടുകാർ എന്ത് ചെയ്യണം, കുറച്ച് നേരം വായിച്ച് നോക്കുക. എന്നിട്ട് അതിലത്തെ പോയിൻറ്റ്സൊക്കെ കൂട്ടുകാർ മനസ്സിൽ വെച്ചിട്ട് കൂട്ടുകാരുടേതായ രീതിയിൽ വേണം എഴുതാനായിട്ട്. അതല്ലാണ്ട് ഒന്നും കാണാപ്പാഠം പഠിച്ച് എഴുതാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ ലെസൺസൊക്കെ നന്നായി 2-3 പ്രാവശ്യം വായിച്ച് നോക്കുക. എന്നിട്ട് അതിലെ പോയിൻറ്റ്സ് അണ്ടർലൈൻ ചെയ്തിട്ട് അത് കൂട്ടുകാരുടേതായ ഭാഷയിൽ എഴുതാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.